ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. ക്ലിയർ ഔട്ട് എന്ന സെഗ്മെൻറ്റിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു റൊപ്പോസോ എന്ന ആപ്ലിക്കേഷനെ പറ്റി. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ചോദിച്ച കുറച്ച് കമൻറ്റുകളാണ് നമ്മൾ ഇന്ന് ഈ സെഗ്മെൻറ്റിലൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഡൗട്ടുകൾ ഏതെന്നൊക്കെയൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡൗട്ട് ഇതാണ്: ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ നമുക്ക് ഈ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാം. അതിനായി റൊപ്പോസോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഏത് വീഡിയോ ആണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഡിലീറ്റ് ദിസ് പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ഡൗട്ട് ഇതാണ്: എങ്ങനെ മറ്റൊരു ഫ്രണ്ടിൻ്റെ നെയിം സെർച്ച് ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ ഈ ഒരു ഡൗട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. അതിനായി റൊപ്പോസോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിസ്കവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മുകളിലായിട്ട് സെർച്ച് ബാർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഫൈൽ സെർച്ച് ചെയ്യാനും അതുപോലെ പോസ്റ്റ് സെർച്ച് ചെയ്യാനുമുള്ള 2 ഓപ്ഷനുകളുണ്ട്. ഇവിടെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സുമിത് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം റിസൾട്ടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതല്ല, ഏതെങ്കിലും പോസ്റ്റാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതെങ്കിൽ ബാക്കിലോട്ട് വന്നിട്ട് പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് സെർച്ച് ചെയ്യാം. ഞാനിവിടെ ലവ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഫ്രണ്ട്സിനെ സെർച്ച് ചെയ്യുന്നതും അതുപോലെ ഏതെങ്കിലും പോസ്റ്റ് സെർച്ച് ചെയ്യുന്നതും. ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 3ാമത്തെ ഡൗട്ട് നമുക്കൊന്ന് നോക്കാം. 3ാമത്തെ ഡൗട്ട് ഇതാണ്: വീഡിയോ എടുക്കാൻ പറ്റില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പറയാത്ത എന്താണെന്ന് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായി റൊപ്പോസോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്യാമറ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഓപ്പൺ ആക്കാൻ സാധിക്കും. അതിനുശേഷം എന്ത് വീഡിയോ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയ മ്യൂസിക് ചൂസ് ചെയ്യാം. അതിനായി മ്യൂസിക് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള മ്യൂസിക് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മുകളിൽ സ്പീഡ് വേണമെങ്കിൽ, അതായത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ എഫക്റ്റ് ആഡ് ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും അങ്ങനെയെല്ലാം നമുക്ക് സാധിക്കുന്നതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഏതാണോ നിങ്ങൾക്ക് ഇതിൽ ആവശ്യം അത് നമുക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് പോസ്റ്റ് ചെയ്യാം.
നമ്മുടെ വീഡിയോയ്ക്ക് സൂട്ടാവുന്ന ഒരു ക്യാപ്ഷനും എല്ലാം കൊടുത്തതിന് ശേഷം പോസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ നേരത്തെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നമുക്ക് ഈ ആപ്ലിക്കേഷനിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ബാക്കിലോട്ട് വരാം. ഇവിടെ ആൽബം എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ ഗാലറിയിൽ ഉള്ള ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആ വീഡിയോ ഇവിടോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് വരുത്തണ്ട എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ വീഡിയോയ്ക്ക് സ്യൂട്ടാവുന്ന ഒരു ക്യാപ്ഷനും കൊടുത്തതിന് ശേഷം പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിലോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ഡൗട്ട് ഇതാണ്. ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ വീഡിയോ വ്യൂ ചെയ്യുമ്പോൾ കൊളാബ് ഡൗൺലോഡ് ഓപ്ഷൻ ഒന്നും സൈഡിൽ വരുന്നില്ല. എന്തുകൊണ്ട്? ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് പോകാൻ വേണ്ടി മുകളിലോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. എന്നാൽ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ കാണുന്ന വീഡിയോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മൂന്നാമതായി നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഗാലറി ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്ത വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷനിലെ കുറച്ച് സെറ്റിങ്സും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ പ്രൊഫൈൽ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിലുള്ള സെറ്റിംഗ് എന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെയായിട്ട് അക്കൗണ്ട് സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പ്രൈവസി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അതായത് സെർച്ച് എഞ്ചിനിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് മറ്റു ആരെങ്കിലും നമ്മുടെ പേര് വെച്ച് സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കത്തില്ല. അത് ഹൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈഡ് ഡൗൺലോഡ് ബട്ടൺ ഫ്രോം മൈ സ്റ്റോറീസ്, നമ്മുടെ സ്റ്റോറീസിലെ ഡൗൺലോഡ് ബട്ടൺ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ സാധിക്കുന്നതാണ്. അതുപോലെ അടുത്തത് അലോ കമൻറ്റ്സ് ഓൺ മൈ സ്റ്റോറീസ്, നമ്മുടെ സ്റ്റോറീസിൽ കമൻറ്റ്സ് അലോ ചെയ്യണോ എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് അലോ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഓഫ് ചെയ്തിടാം. പിന്നെ ഡോണ്ട് അലോ മിക്സ് ആൻഡ് മാച്ച് ഓൺ മൈ വീഡിയോസ്, അതായത് നമ്മുടെ വീഡിയോസും മറ്റു ഉള്ളവർക്ക് വീഡിയോ മിക്സ് ചെയ്തുള്ള വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അത് നമുക്ക് അലോ ചെയ്യണമെങ്കിൽ അലോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്കതും ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര സെറ്റിങ്സും കൂടെ ഇതിനകത്ത് എക്സ്ട്രാ ഉള്ളതാണ്. ഇതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. ഈ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you. Please subscribe my channel.